Hello, hi everyone. Once again, welcome back to Crack with Jack YouTube Malayalam channel. So, ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ സെഷനാണ് നോക്കാൻ പോകുന്നത്. So, let us start. മാർച്ച് 8 ആണ്. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ്. ഓക്കെ, International Women's Day. It is observed on 8th March. 8th March ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇന്ന് പഠിക്കേണ്ടത് തീമാണ്. തീം എന്ന് പറയുന്നത് വുമൺ ഇൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ് തീം. ഓക്കെ, വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിങ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. ഓക്കെ, വുമൺ ഇൻ ലീഡർഷിപ്പ് എന്നുള്ളതാണ് തീം. ഓക്കെ, സോ പല രീതിയിൽ ഈ സെൻറ്റൻസ് എന്ത് ചെയ്യുക, മാറ്റിമറിച്ച് ഓപ്ഷൻസിൽ വരാം. സോ വുമൺ ഇൻ ലീഡർഷിപ്പ് എന്ന ഹൈലൈറ്റ് ആയിട്ട് പഠിക്കുക. അച്ചീവിങ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ് ഞാൻ അടുത്തത് ബാക്കിയുള്ളത്. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. യുണൈറ്റഡ് നേഷൻസ് ബിഗെയിൻ സെലിബ്രേറ്റിംഗ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ഇൻ ദ ഇൻ്റർനാഷണൽ വുമൻസ് ഇയർ 1975 മുതലാണ്. ഓക്കെ, then 1977 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻവൈറ്റഡ് മെമ്പർ സ്റ്റേറ്റ്സ് ടു പ്രൊക്ലെയിം മാർച്ച് 8 ആസ് UN ഡേ ഫോർ വുമൻസ് റൈറ്റ് ആൻഡ് വേൾഡ് പീസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്രസ് ആണ്. ഫൗണ്ട് ചെയ്തത് യുണൈറ്റഡ് നേഷൻസ് വാസ് ഫൗണ്ടഡ് ഇൻ 1945 October 24 ആണ്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UN ന്യൂയോർക്ക് US ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാർച്ച് 4 എന്ന് പറയുന്നത് മാർച്ച് 4 നാഷണൽ സെക്യൂരിറ്റി ഡേ ആണ്. നാഷണൽ സെക്യൂരിറ്റി ഡേ ആണ്. ഓക്കെ, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാർച്ച് 3. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. ഓക്കെ, renowned Kannada poet NS ലക്ഷ്മി നാരായണ ഭട്ട passes away. സോ ഇന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NS ലക്ഷ്മി നാരായണ ഭട്ട ഏത് ഫീൽഡിലായിരുന്നു എന്ന് ചോദിക്കാം. സോ ഹീസ് എ പോയറ്റ്. സോ ഏതൊക്കെ രീതിയിൽ ഓപ്ഷൻസ് വരാം? പോയറ്റ് എന്ന രീതിയിൽ വരാം, ക്രിക്കറ്റർ, അങ്ങനെയൊക്കെ രീതിയിൽ ഓപ്ഷൻസ് വരാം. സോ ഹീസ് എ പോയറ്റ്. ഓക്കെ, കർണാടകയാണ് കേട്ടോ, അതും ചോദിക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. പിന്നെ ക്യാപിറ്റൽ ഓഫ് കർണാടക ബാംഗ്ലൂരാണ്. ഗവർണർ എന്ന് പറയുന്നത് വിജുഭായ് രുധാഭായ് വാല. CM എന്ന് പറയുന്നത് BS യെഡ്യൂരപ്പയാണ്. ഓക്കെ, അതുപോലെ തന്നെ മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഓൾ ടൈം ഡയറക്ടർ MG ജോർജ് മുത്തൂറ്റ് പാസ്ഡ് അവേ. ഓക്കെ, സോ MG ജോർജ് മുത്തൂറ്റ് എന്ന് പറയുന്നത് മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും ഹോൾ ടൈം ഡയറക്ടറായിരുന്നു. ഹി പാസ്ഡ് എവേ. സോ അതും കൂടി പഠിക്കുക. അതുപോലെ തന്നെ മറാത്തി ആക്ടറാണ് ശ്രീകാന്ത് മോഗെ എന്ന് പറയുന്നത് മറാത്തി ആക്ടറാണ്. സോ മറാത്തി ആക്ടർ എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തത് അപ്പോയിൻമെൻറ്റ്സ്. നൗറീൻ ഹസൻ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് ഫെഡറൽ റിസർവ് ബാങ്ക്, ന്യൂയോർക്ക് ബേസ്ഡ് ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായിട്ട് നൗറീൻ ഹസനെ തിരഞ്ഞെടുത്തു. ഓക്കെ, ദെൻ അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഓഫ് ഫെഡറൽ റിസർവ് സിസ്റ്റം ആണ്. ദാറ്റ്സ് ഓൾ. പിന്നെ CEO ഓഫ് ഫെഡറൽ റിസർവ് ബാങ്ക് പറഞ്ഞാൽ ജോൺ S. വില്യംസ് ആണ്, C. വില്യംസ്. ജെറോം പോവൽ ആണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ നോക്കിയതാണ്. അതുപോലെ തന്നെ ലിഗിയ നൊരോൻഹ അപ്പോയിൻറ്റഡ് ആസ് UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ. സോ UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ആയിട്ട് ലിഗിയ നൊരോൻഹ. ഓക്കെ, അടുത്തത്
NABARD chairman G.R. Chindala take over the chairmanship of Asia Pacific Rural and Agricultural Credit Association. So NABARD chairman ആണ് അദ്ദേഹം chairmanship of ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തു. ഹി റീപ്ലേസസ്, അത് പഠിച്ചു വയ്ക്കുക, ഗുണശേഖരാസ്. ബാങ്ക് ഓഫ് സെയിലോൺ CEO DP ഗുണശേഖരനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാങ്കോക്ക്, തായ്ലൻഡ് ആണ്. മെമ്പേഴ്സ് 24 കൺട്രീസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO ആയിട്ട് ആരാണ്? വെങ്കടറാവു. അതുപോലെ തന്നെ AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ CTO ചീഫ് ടെക്നിക്കൽ ഓഫീസർ അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിട്ട് ആരാണ് അപ്പോയിന്റഡ് ആയിട്ടുള്ളത്? ശരത് ഗോഖ്ലാനി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തത് സ്പോർട്സ് ന്യൂസ് ആണ്. കിരൺ റിജു ഫ്ലാഗ്സ് ഓഫ് വാക്കത്തോൺ ഓൺ ഒക്കേഷൻ ഓഫ് ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഓക്കെ, യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റർ ആണ് കിരൺ റിജു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പിന്നെ ഇറ്റ് ഈസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആൻഡ് ടു സെലിബ്രേറ്റ് 125 years ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലെഗസി. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ക്യാപിറ്റൽ ഓഫ് ന്യൂഡൽഹി എന്ന് പറയുന്നത്, ഓക്കെ, ന്യൂഡൽഹി ഗവർണർ അനിൽ ബൈജാൽ, അതുപോലെ തന്നെ CM അരവിന്ദ് കെജ്രിവാൾ. ഓക്കെ, ഇപ്പോൾ കിരൺ റിജുവിന് അഡീഷണൽ ഹി ഹാസ് ബീൻ ഗിവൺ ദി അഡീഷണൽ ചാർജ് ഓഫ് ആയുഷ് മിനിസ്ട്രി. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ന്യൂസ് ആണ്. IIT ജമ്മുവും അതുപോലെ തന്നെ ആർമിയുടെ നോർത്ത് കമാൻഡും കൂടെ ഒരു MOU സൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ടെക്നോളജീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് IIT ജമ്മുവും നോർത്തേൺ കമാൻഡും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് HCL ടെക്നോളജിയും HCL പ്ലസ് IIT കാൺപൂരും എന്തിനു വേണ്ടിയിട്ടാണ്? സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഗ്രിമെൻറ്റ്. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കും IIT കാൺപൂരും. സോ IIT കാൺപൂർ HCLും ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്കും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് IIT കാൺപൂരും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഫോർ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടും MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെറ്റപ്പ് എ ഫിൻടെക് ഇന്നോവേഷൻ സെൻറ്റർ അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസ്. ഫിൻടെക് ഇന്നോവേഷൻ സെൻറ്റർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് IIT കാൺപൂർ HCLുമായിട്ടും അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പാക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതിലെന്താണ്? ആദ്യത്തേതിൽ എന്താണ്? HCL പ്ലസ് IIT കാൺപൂർ സൈബർ സെക്യൂരിറ്റി. ഓക്കെ, മറ്റതിൽ IIT കാൺപൂരും അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഫോർ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയും ടു സെറ്റപ്പ് എന്തിനു വേണ്ടിയിട്ട്? ഫിൻടെക് ഇന്നോവേഷൻ സെൻറ്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാഡ് പാർട്ട്നർ ടുഗദർ. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് തെലങ്കാനയിൽ വന്നു. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എക്സാമിന് പ്രതീക്ഷിക്കുക കേട്ടോ. ഈ പോലീസ് സ്റ്റേഷൻ പഠിച്ചു വയ്ക്കാൻ, ഗച്ചിബൗലി പോലീസ് സ്റ്റേഷൻ ഇൻ ഹൈദരാബാദ് തെലങ്കാനയിലാണ്. ഓക്കെ, ദ ഫസ്റ്റ് വേൾഡ്സ് എവർ ഹെൽപ്പ് ഡെസ്ക് ഫോർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഓഫ് തെലങ്കാന എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഗവർണർ എന്ന് പറഞ്ഞാൽ തമിഴ്സായി സൗന്ദരരാജൻ, CM എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർ റാവു ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഹൈദരാബാദിനെ 2023 സിറ്റി ഓഫ് ദ വേൾഡ് ആക്കി അല്ലേ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ 5G റെഡി നെറ്റ്വർക്ക് എവിടെയാണ്? എയർടെൽ ഹൈദരാബാദിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ്? 5G നെറ്റ്വർക്കും ഹൈദരാബാദിൽ. ഈ ഹൈദരാബാദിനെയാണ് ട്രീ സിറ്റി ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇത്
പ്രഖ്യാപിച്ചത് ആരാണ്? UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോം, ഇറ്റലിയാണ്. സോ അതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ഒഡീഷ CM നവീൻ പട്നായിക് വിൽ ഇനോഗ്രേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ അറ്റ് മഞ്ചേശ്വർ ഇൻ ഭുവനേശ്വർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒഡീഷ CM നവീൻ പട്നായിക് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ എവിടെ? മഞ്ചേശ്വർ ഇൻ ഭുവനേശ്വറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, with a name to make Odisha the global capital of trained manpower, each floor of the 18th store will be dedicated to different skills and trades. So, ഇന്ത്യയുടെ ആദ്യത്തെ വേൾഡ് സ്കിൽ സെൻറ്റർ, ഇന്ത്യാസ് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ, ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ എവിടെയാണ്? മഞ്ചേശ്വർ, ഭുവനേശ്വറിലാണ്. ഓക്കെ, മഞ്ചേശ്വർ, ഭുവനേശ്വറിലാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ വിൽ ബി ഫുള്ളി ആത്മനിർഭർ ഇൻ സിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ദ നെക്സ്റ്റ് 2 years, സേ യൂണിയൻ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ സ്മൃതി ഇറാനി. അതുപോലെ തന്നെ ഒഡീഷ, ഓക്കെ അത് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്തത് ബാങ്കിങ്. ടൈറ്റൻ പാർട്ട്നേഴ്സ് വിത്ത് SBI യോനോ ടു ലോഞ്ച് ഫിറ്റ്നസ് ബാൻഡ്. ഓക്കെ, ക്യാഷ്ലെസ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ SBI യോനോയും അതുപോലെ തന്നെ ആരാണ്? ടൈറ്റനുമാണ്. പ്ലസ് ടൈറ്റൻ ആണ് പാർട്ട്നേഴ്സ്. ഓക്കെ, സോ അതിൽ നിന്ന് മനസ്സിലാക്കട്ടെ ക്യാഷ്ലെസ് പേയ്മെൻറ്റിനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സ്മാർട്ട് ഫിറ്റ്നസ് ബാൻഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈറ്റൻ്റെ MD എന്ന് പറഞ്ഞാൽ CK വെങ്കട്രാമനാണ്. ചെയർമാൻ എന്ന് പറയുന്നത് മുരുകാനന്ദം ആണ് ചെയർമാൻ. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ, കർണാടകയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും JP മോർഗൻ എന്തിന് വേണ്ടിയിട്ട്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതായത് ഓവർസീസ് ട്രാൻസാക്ഷൻ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഓക്കെ, US ബാങ്കിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സോ അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹോസ്പി ക്യാഷ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതെങ്ങനെ പഠിക്കണം? ICIC ലൊംബാർഡും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും. അപ്പോൾ എക്സാമിനെ എങ്ങനെ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പി ക്യാഷ് ചോദിക്കും, എന്നിട്ട് ചോദിക്കും ഹു എമംഗ് ദി ഫോളോയിങ് ഹാസ് ഓഫേർഡ് ദിസ് ഇൻഷുറൻസ് എന്ന് ചോദിക്കാം. സോ എന്നിട്ട് എന്ത് ചോദിക്കാം? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ICIC ആരുടെ കൂടെയാണ് ചേർന്നിട്ടാണ് ഈ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹോസ്പി ക്യാഷ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. സോ ഇങ്ങനെ എന്ത് വരാം? ഓപ്ഷൻസിൽ വരാം. സോ നിങ്ങൾ പല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് നാഷണൽ ന്യൂസ് ആണ്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് 259-member പാനൽ ടു കൊമമറേറ്റ് 75 years ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, 75 ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു 259-member പാനൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ സെലിബ്രേഷൻസ് ആർ പ്രപ്പോസ് ടു ബി ലോഞ്ച്ഡ് ഓൺ എന്നാണ് 75 weeks പ്രയോർ ടു August 75 weeks on March 12, 2021. So, which is the 91st anniversary of historic Salt Satyagraha led by Mahatma Gandhi. So, main ആയിട്ട് അത് പഠിക്കുന്നത് ഈ celebration are being conducted in the name or in the form of Azadi Ka Amrit Mahotsav. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. Azadi Ka Amrit Mahotsav എത്ര മെമ്പർ പാനലാണ് എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് the celebration will be held at the national and international level in the form of Azadi Ka Amrit Mahotsav. അങ്ങനെയും പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ അതുപോലെ തന്നെ പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ട് ഒരു പാനൽ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, സോ അതെന്ന് പറയുന്നത് RBI ഡെപ്യൂട്ടി ഗവർണർ NS വിശ്വനാഥൻ ചെയർ ചെയ്യുന്നത്. ഓക്കെ, NS വിശ്വനാഥൻ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറി കമ്മിറ്റി IRDA സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ഹെഡ് ആരാണ്? സുഭാഷ് ചന്ദ്ര. ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ, ജസ്റ്റ് റിവിഷനാണ്. സുഭാഷ് ചന്ദ്ര. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. PM Modi addresses Janaushadhi Divas celebrations. Okay, Janaushadhi Divas. He dedicated to the nation 7,500
Janaushadhi Kendra at Shillong. Okay. NEGRIHMS. ഷിലോങ് ഡ്യൂറിങ് ദി ഇവൻറ്റ്സ്. ജനൌഷധി കേന്ദ്രം നമുക്കറിയാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഏറ്റവും വില കുറവിൽ നമുക്ക് എന്ത് ചെയ്യും ജനൌഷധി കേന്ദ്രയിൽ കിട്ടും. സോ ഇപ്പോൾ ഈ അടുത്ത് ഒരു ജനൌഷധി കേന്ദ്ര ബാംഗ്ലൂരിൽ സദാനന്ദ ഗൗഡ ഇനോഗ്രേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ അല്ലേ. സോ അതുപോലെ തന്നെ he dedicated to the nation the 7500th ജനൌഷധി കേന്ദ്ര. ഓക്കെ, അറ്റ് ഷിലോങ്ങിലാണ് കേട്ടോ. അറ്റ് നെഗ്രിഹിംസ് ഷിലോങ്ങിലാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 1st മാർച്ച് ടു 7th മാർച്ചിനെയാണ് നമ്മൾ ജനൌഷധി വീക്കായിട്ട് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അക്രോസ് ദ നേഷൻ. അതിൻ്റെ തീം എന്ന് പറയുന്നത് ജനൌഷധി സേവാ ബി റോസ്ഗാർ ബി എന്ന് പറയുന്നതാണ് തീം. സോ മാർച്ച് 1 to മാർച്ച് 7 ആണ് ജനൌഷധി വീക്കായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. സോ തീം എന്ന് പറയുന്നത് ജനൌഷധി സേവാ ബി റോസ്ഗാർ ബി. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് ഭാരതീയ ജനസംഘ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ he paid the floral tribute to former Bharatiya Janasangh leader Pandit Deen Dayal Upadhyay on his 53rd death anniversary as part of Samarpan Divas. Okay, so just main ആയിട്ട് ഇത് പഠിക്കുക. ജനൌഷധി ദിവസ് സെലിബ്രേഷൻ മാർച്ച് 1 to മാർച്ച് 7 ആണ് ജനൌഷധി വീക്ക് എന്ന് പറയുന്നത്. ജനൌഷധി സേവാ ബി റോസ്ഗാർ ബി എന്ന് പറയുന്നതാണ് തീം എന്ന് പറയുന്നത്. സോ അതും എന്ത് ചെയ്യുക പഠിക്കുക. ഓക്കെ, അതുപോലെ നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറി ആണ് എന്ത് ദിനമായിട്ട് പരക്രം ദിവസമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, പരക്രം ദിവസമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്തത് EPFOൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8.5% അൺചേഞ്ച് ചെയ്തു കേട്ടോ. അൺചേഞ്ച്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് EPFOൻ്റെ. സോ ഇനി ചോദിക്കും വാട്ട് ഈസ് ദ EPFO ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് ഓപ്ഷൻസിൽ ചോദിക്കാം. സോ നമുക്ക് എന്ത് പറയാം 8.5%. ഇതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 2019-20 8.5%, 2018-19 8.65, 8.55, 8.65. സോ ഇത് എടുത്തത് അറ്റ് ദ 228th മീറ്റിംഗ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ലേബർ മിനിസ്റ്റർ സന്തോഷ് കുമാർ ഗാംഗ്വറിൻ്റെ ചെയർമാൻഷിപ്പിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ EPFOൻ്റെ CEO എന്ന് പറയുന്നത് സുനിൽ ബർത്വാലാണ്. EPFOൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കേരളയിലെ ആലപ്പുഴയിലാണ്. ഓക്കെ, അടുത്തത് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഇന്ത്യ 44.17 മില്യൺ ആർക്ക് കൊടുത്തു? നേപ്പാൾ ഗ്രാൻസ്. ഓക്കെ, ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരത് മൈത്രി ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പ്, ഇതിന് വേണ്ടിയിട്ട്. സോ നേപ്പാൾ ഭാരത് മൈത്രി ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ എമൗണ്ട് കൊടുത്തിട്ടുള്ളത് 44.17 മില്യൺ നേപ്പാളി റുപ്പീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബിൽഡ് എ ന്യൂ സ്കൂൾ ഇൻ രൂപന്ദേഹി ഡിസ്ട്രിക്റ്റ് ഓഫ് ദി കൺട്രി അണ്ടർ ദ അത് പഠിക്കാനാട്ടോ. സോ രൂപന്ദേഹി ഈ സ്ഥലം പഠിച്ചു വയ്ക്കുക, ഡിസ്ട്രിക്റ്റ് ഓഫ് ദി കൺട്രി. ഓക്കെ, അണ്ടർ ദി നേപ്പാൾ ഭാരതി മൈത്രി ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, Indian Embassy said that since 2003 under High Impact Community Development Project Program, India has completed 446 projects in the areas of health, education, drinking water, connectivity, creation of other public utilities across all 7 provinces of Nepal. Okay, so Embassy also informed that India is also reconstructing 71 education institutions damaged during 2015 earthquake in 8 districts of Nepal under a reconstruction grant of 5,800 million Nepali rupees. So അതും കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ എമൗണ്ടും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ എമൗണ്ടും. സോ നേപ്പാൾ ഭാരതി മൈത്രി ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പിൽ 44.17 മില്യൺ റുപ്പീസ് ആണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നേപ്പാളിലെ ക്യാപിറ്റൽ കാഠ്മണ്ഡുവാണ്. കറൻസി എന്ന് പറയുന്നത് നേപ്പാളി റുപ്പീസാണ്. ഓക്കെ, സോ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് 8 അല്ലേ? ഓക്കെ, വുമൺ ഇൻ ലീഡർഷിപ്പ് അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കുത്ത. പിന്നെ അതിലും കുറച്ച് ട്വിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ,
അടുത്തത് NS ലക്ഷ്മി നാരായണ ഭട്ട ബിലോങ്സ് ടു വിച്ച് ഫീൽഡ്? ഹിസ് എ കന്നഡ പോയറ്റ്, ക്രിട്ടിക് ആൻഡ് ട്രാൻസ്ലേറ്റർ. സോ ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ് എ പോയറ്റ്, ക്രിട്ടിക് ആൻഡ് ട്രാൻസ്ലേറ്റർ. സോ അപ്പോൾ ഈ പോയിറ്റ് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ 3 പഠിച്ചു വയ്ക്കുക. ഓക്കെ. അടുത്തത് ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് വൈസ് പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് ദ ന്യൂയോർക്ക് ബേസ്ഡ് ഫെഡറൽ റിസർവ് ബാങ്ക്? നൗറീൻ ഹസൻ. ഓക്കെ, ന്യൂയോർക്ക് ബേസ്ഡ് ആണല്ലേ. ഓക്കെ. നബാർഡ് ചെയർമാൻ GR Chintala took over chairmanship of APRACA. He replaces Gunashekara. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ. Who flags off walkathon on occasion of International Women's Day in Delhi? Kiran Rijiju. ഓക്കെ. യൂത്ത് അഫയേഴ്സിൻ്റെ മിനിസ്റ്ററാണ് കിരൺ റിജിജു. ഓക്കെ. ഇന്ത്യയുടെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ലൊക്കേറ്റഡ് ഇൻ തെലങ്കാനയിലാണ് അല്ലേ. അതായത് അവരുടെ ഒരു കൺസേൺസ്, അവരുടെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഹു ഇനോഗ്രേറ്റ്സ് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ ഇൻ ഒഡീഷ? CM നവീൻ പട്നായിക്. സോ ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ എവിടെയാണെന്ന് ചോദിക്കാം. ഒഡീഷയിലാണ്. ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എന്നും ചോദിക്കാം. സോ ആരാണ്? CM നവീൻ പട്നായിക് ആണ്. ടൈറ്റൻ പാർട്ട്നേഴ്സ് വിത്ത് ഡാഷ് ടു ലോഞ്ച് ഫിറ്റ്നസ് ബാൻഡ്? SBI's യോനോ. ഓക്കെ. ജനൌഷധി വീക്ക് ഒബ്സർവ്ഡ് ഓൺ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർച്ച് 1 മുതൽ മാർച്ച് 7 വരെയാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യ ഗ്രാൻസ് ഡാഷ് മില്യൺ ടു ബിൽഡ് ന്യൂ സ്കൂൾ ബിൽഡിംഗ്സ് അണ്ടർ നേപ്പാൾ ഭാരത് മൈത്രി ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പ്? 44.17 മില്യൺ. ഓക്കെ. സോ ഇതെന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ. എന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുക. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.